നമസ്കാരം. എസ് വി അരുളാണ്. ഒരു ഹൃദയവേദന ഉണ്ടാകുന്ന ദൃശ്യം കാണാനിടയായി. ആ ദൃശ്യം കാട്ടിയിട്ട് ചില കാര്യങ്ങൾ ഈ സമൂഹത്തോട് പറയണമെന്ന് തോന്നി. അതായത് ഇന്നിപ്പോൾ മൊബൈലുകളുടെ കാലമാണ്. ഡിജിറ്റൽ കാലഘട്ടത്തിൽ എന്തും ഏതും ദൃശ്യങ്ങളായി മാറുന്ന കാലമാണ്. അത് അപകടങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ ആഘോഷങ്ങളായിക്കോട്ടെ, ഉത്സവങ്ങളായിക്കോട്ടെ, എന്തിനും ഏതിനും എവിടങ്ങളിലും മൊബൈൽ ഫോൺ ഓണായി ദൃശ്യം പകർത്തുന്നുണ്ട്. പക്ഷേ അത് എവിടെയാകാം, എവിടെ പാടില്ല എന്നതിനെ സംബന്ധിച്ചാണ് ആ ഹൃദയവേദന ഉണ്ടാകുന്ന ദൃശ്യം കണ്ടപ്പോൾ തോന്നിയതും. ഇപ്പോൾ കുറച്ചു മുന്നേ ആലുവയിൽ സ്വകാര്യ ബസ്സും ടോറസും കൂട്ടിയിടിച്ചൊരു അപകടമുണ്ടായ സന്ദർഭത്തിൽ ആ ദൃശ്യം കണ്ടപ്പോൾ പറയാൻ തോന്നിയതാണ്, ആ മൊബൈൽ ക്യാമറ അവിടെ ഉണർന്നത്, അല്ലെങ്കിൽ ആ മൊബൈൽ ക്യാമറ ഓൺ ചെയ്തതും ഏറ്റവും അരുതല്ലാത്ത സന്ദർഭങ്ങളിലും ഏറ്റവും മനുഷ്യപ്പറ്റല്ലാത്ത സന്ദർഭവുമാണെന്ന് പറയേണ്ടി വരികയാണ്. കാര്യം അപകടങ്ങളിൽപ്പെട്ട് മനുഷ്യരുടെ നിലവിളി ഉയരുന്ന സന്ദർഭങ്ങളിൽ നമ്മളാൽ കഴിയുന്ന രീതിയിൽ അവർക്ക് രക്ഷപ്പെടുത്തുകയോ അവർക്ക് വേണ്ടി എന്തെങ്കിലും രക്ഷാപ്രവർത്തനത്തിന് സഹായിക്കുന്നതിന് പകരം അവിടെ ഓടിപ്പോയി മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് ഫോട്ടോയോടുകൂടി ആ ദൃശ്യം പകർത്തിയ മാനസികാവസ്ഥയോട് ഒരംശം പോലും യോജിക്കാൻ കഴിയില്ല. അപ്പോ ദൃശ്യം ഒന്ന് കണ്ടേ. എന്തോ ചേട്ടാ കേട്ടോ കണ്ടല്ലോ, അപകടം നടന്നതേ ഉള്ളൂ. ഫോണും ഓണാക്കി അവിടേക്ക് ഓടി ചെല്ലുകയാണ്. ആ ബസ്സിനകത്ത് നിന്ന് നിരവധി സ്ത്രീകളുടെ നിലവിളിയും അല്ലെങ്കിൽ അവരുടെ ബഹളങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കാര്യം ഇത്രയും വലിയ ഇടിയാകുമ്പോൾ, വേഗത്തിൽ വന്ന് ഇടിച്ചിട്ടുണ്ടാകുമ്പോൾ ആ സീറ്റിലിരുന്നവരെല്ലാം ചന്ന ഭിന്നമായി, അല്ലെങ്കിൽ അതിനകത്തെ സീറ്റുകൾക്കിടയിലൊക്കെ പെട്ട്, അല്ലെങ്കിൽ ഒടിവ്, ചതവ്, മുറിവുകളൊക്കെ പറ്റി അവർ പ്രാണവേദനയിൽ നിലവിളിക്കുന്ന സന്ദർഭമാണ്. ആ സമയത്ത് ഒരു മനുഷ്യനത് ആരാണ് എന്നറിയില്ല, പക്ഷെ എന്നിരുന്നാലും ഇവിടങ്ങളിൽ മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് ആ നിലവിളികളെ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു മനുഷ്യനില്ല എന്ന് പറയേണ്ടി വരികയാണ്. നമ്മൾക്ക് അവിടെ എല്ലാവരും രക്ഷാപ്രവർത്തനം നടത്തുന്ന സന്ദർഭത്തിലാണെങ്കിൽ അത് ചിത്രീകരിക്കുന്നതിന് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഓടി എത്തിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫോട്ടോയോടുകൂടി ദൃശ്യം പിടിച്ച് എൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ ഇട്ട് കഴിഞ്ഞാൽ അത് റീച്ച് കൂടും, എനിക്കാണ് ആദ്യം ആ ദൃശ്യം കിട്ടിയത് എന്ന മനോഭാവത്തിനപ്പുറം മനുഷ്യന് വേണ്ടത് ആ അപകടത്തിൽപ്പെട്ട മനുഷ്യരെ സഹായിക്കാനുള്ള മാനസികാവസ്ഥയാണ്. അത് പറയാൻ കാരണം, ഈ വീഡിയോ എടുത്ത കക്ഷിയുടെ ആരെങ്കിലും ആ ബസ്സിനകത്തുണ്ടെന്ന് നിങ്ങളൊന്ന് കരുതുക. നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ക്യാമറ ഓൺ ചെയ്ത് പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റും? പറ്റില്ലല്ലോ. അവിടെയാണ് ചിന്തിക്കേണ്ടത്. ഒരു അപകടമുണ്ടായാൽ പോലും ഇത് നമ്മുടേത് കൂടി ആരെങ്കിലും ആണ് എന്ന് വിചാരിക്കുന്നിടത്ത്, അല്ലെങ്കിൽ നമ്മളെപ്പോലെ ഒരാളാണ്, എത്രയും പെട്ടെന്ന് അവർക്ക് രക്ഷാപ്രവർത്തനം നടത്തി എത്രയും വേഗം അവരെ ആശുപത്രിയിൽ എത്തിച്ച് ഈ അപകടനില അല്ലെങ്കിൽ ജീവൻ രക്ഷപ്പെടുത്തുക എന്നുള്ളതായിരിക്കണം ഓരോ വ്യക്തിയുടെ ഉത്തരവാദിത്വം. അത് ചെയ്യാതെ ആ വീഡിയോ ആദ്യം എടുത്തത് ഞാനാണെന്ന് മേന്മ കാട്ടാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ, നിങ്ങൾ ഈ സമയം മതിയായിരുന്നു ഒരു പക്ഷേ ആ ബസ്സിനകത്ത് അപകടത്തിൽ നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന ഒരു ജീവിതത്തെ രക്ഷപ്പെടുത്താൻ. ഇത്തരം മനോഭാവങ്ങൾ നമുക്ക് മാറേണ്ടതുണ്ട്. ഇപ്പോൾ എവിടെയും ഇതിനാണ് പ്രാധാന്യം. ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാലും പലർക്കും ആ രക്ഷാപ്രവർത്തനത്തിന് പോകാനോ ഒന്നിനുമല്ല, ഉടനടി വീഡിയോ എടുക്കുക, സോഷ്യൽ മീഡിയയിൽ ഇടുക, അതിലൂടെ ഒരു ക്രെഡിറ്റ് കിട്ടുക, അല്ലെങ്കിൽ ഞാനാണിത് ചെയ്തതെന്ന് വരുത്തി തീർക്കുക. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. ദൃശ്യങ്ങളൊക്കെ പകർത്തണം, സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതിലൊന്നും ഒരു തെറ്റില്ല. പക്ഷേ ഒരു കാര്യം, ഒരു CCTV ദൃശ്യം പുറത്തു വരുന്നത് പോലെയല്ല ഒരു അപകടം സംഭവിച്ച ഉടനെ അതിൻ്റെ ദൃശ്യം എടുക്കാൻ നിങ്ങൾ വെപ്രാളപ്പെട്ട് ഓടി ചെല്ലുമ്പോൾ ഈ നിലവിളിയൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ഒരംശം പോലും നിങ്ങൾക്കൊരു മാനസികമായിട്ട് ആ നിലവിളി കേട്ടിട്ട് ഇതേ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ എന്ത് തരം മനോഭാവമാണ് ഇതൊക്കെ? ഒരു മനുഷ്യരൂപത്തിലുള്ളവർക്ക് ചേർന്നതാണ്. ഓരോരുത്തർക്ക് അവരവരുടെ കാലം, മറ്റേ നമ്മുടെ നാട്ടിൽ പറയും പോലെ ക്ഷീരമുള്ളവർ അകിടിൻ ചോട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറയുന്ന പോലെ, അപകട മേഖലയിൽ പോലും എനിക്ക് ദൃശ്യമെടുത്ത് പ്രചരിപ്പിക്കുക എന്ന് പറയുന്ന ആ മനോഭാവം അത് തെറ്റാണ്. നിങ്ങളുടെ കണ്ണിൻ്റെ മുന്നിൽ സംഭവിച്ചാൽ പോലും മൊബൈൽ ഫോൺ അല്ല ഓണാകേണ്ടത്. ആ സമയം മതിയാകും ചിലപ്പോൾ ഒരു ജീവൻ രക്ഷപ്പെടുത്താൻ. കാര്യം അപകടങ്ങളിൽപ്പെടുന്ന മനുഷ്യർക്ക് ഓരോ സെക്കൻഡും
ഈ അവരുടെ ജീവനുമായി ബന്ധപ്പെട്ട് വാല്യൂ ഉള്ളതാണ്, അല്ലെങ്കിൽ ഏറ്റവും മൂല്യമുള്ളതാണ്. ആ ഒരു സന്ദർഭത്തിന് വേണ്ടി നമ്മൾ ആ ഒരു ഘട്ടത്തിൽ അറിഞ്ഞ് പ്രവർത്തിക്കുക, നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അവിടെയാണ് നല്ല മനുഷ്യത്വം ഉണ്ടാവുക. അതിനപ്പുറത്തേക്ക് ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് നേടാൻ കഴിഞ്ഞു? നിങ്ങൾ ഈ ചെലവഴിച്ച സമയത്തിനകത്ത് ആ സമയം കൂടി വൈകിയത് കൊണ്ട് ഒരാൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നം അല്ലാന്ന് ചിന്തിക്കുന്നവർക്കൊക്കെ, പക്ഷേ ചെയ്യരുത്. അങ്ങനെയല്ല. നമ്മൾ അങ്ങനെയുള്ള സന്ദർഭത്തിലോ സ്പോട്ടിലോ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രധാന ലക്ഷ്യം ഒരു ജീവനെങ്കിൽ ജീവൻ, അതിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ളതാകണം. അതിനുവേണ്ടി ആവശ്യത്തിനുള്ള ആളെത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ ഇത് ചെയ്യുന്നത് ഒരു പ്രശ്നവുമല്ല.